ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് 10 മണികളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇനി രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്ത് പുതുതായിട്ടൊക്കെ നട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കളേഴ്സും ഞാനിതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ 10 മണിയുടെ കഥ പറയുകയാണെങ്കിൽ 2024 ഞാൻ ആദ്യമായിട്ട് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും 10 മണി വെച്ചിട്ട്. 10 മണി പിടിക്കുന്നത് ചൂടുള്ള കാലാവസ്ഥയിലാണെന്ന് പോലും അറിയാതെ ഒരു ജൂൺ മാസത്തിൽ ഓർഡർ ചെയ്ത് ജൂലൈയിലാണ് എൻ്റെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടുന്നത്. ഏകദേശം ഒരു 30 കളർ അടുപ്പിച്ചാണ് ഞാൻ അന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആ സമയത്ത് എനിക്കതിന് 400 അത്രയെന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത് കൈ കിട്ടുമ്പോൾ ഇതെങ്ങനെ നടണമെന്നൊന്നും അറിയില്ല. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ചുമന്ന പശപ്പ് മണ്ണാണ്. അപ്പോൾ ആ ഒരു മണ്ണിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുറേ ചട്ടികളിലായിട്ട് അങ്ങനെ ആ 30 കളറും ഞാൻ നട്ട് കൊടുത്ത് അതിൽ ഒരു 25 കൂടുതൽ കളർ എനിക്ക് പിടിച്ച് കിട്ടി. 30 കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, 1-2 എണ്ണം പോയിട്ടുണ്ടായിരുന്നു. കാര്യം അമ്മാതിരി മഴയാണല്ലോ നമുക്ക് ജൂലൈ മാസത്തിലൊക്കെ. അങ്ങനെ അതൊക്കെ പിടിച്ച് നല്ല രീതിക്ക് നിന്ന് ഞാനതൊക്കെ റീപ്പോർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ വരികയായിരുന്നു, മഴയിൽ നിന്നൊക്കെ സംരക്ഷിച്ച്. അങ്ങനെ ഇരിക്കുകയാണ് 2025 ജൂലൈയിൽ എൻ്റെ വീട്ടിലൊരു മരണം സംഭവിച്ചു. വേറെ ആരുമല്ല, എൻ്റെ അച്ഛാമ്മ മരിച്ചു. അപ്പം നമുക്ക് അന്നേരം ഈ ഒരു ചെടിയും കാര്യങ്ങളും ഒന്നും നമുക്ക് നോക്കാനുള്ള സാഹചര്യമൊന്നും അന്നേരം നമുക്ക് തോന്നത്തില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതായതുകൊണ്ട് തന്നെ നമ്മളും മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നല്ല വീക്കായിരുന്നു. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റ് ചെടികളൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്നു. പക്ഷേ 10 മണി മാത്രം എടുത്ത് മാറ്റിയില്ല. കാര്യം കിട്ടുന്ന ഒരു വെളിച്ചവും ചൂടുമെങ്കിലും അതിന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ ഫ്രണ്ട് ഏരിയയിൽ തന്നെ അത് വെച്ചിരുന്നു. പക്ഷേ നമ്മുടെ മരണത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ആൾക്കാർ എൻ്റെ നാട്ടിലുണ്ടെന്ന് ഞാൻ അന്നാണ് തിരിച്ചറിയുന്നത്. എൻ്റെ 10 മണിയിൽ നിന്ന് 1-2 അതല്ലെങ്കിൽ അതിലധികമോ കമ്പുകൾ ഒടിച്ചുകൊണ്ട് പോയായിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും വിഷമം വരത്തില്ലായിരുന്നു. ഇത് പക്ഷേ ചട്ടിയിൽ നട്ട് വെച്ചിരുന്നതിൻ്റെ മൂടോടുകൂടി ആരൊക്കെയോ ചേർന്ന് പറിച്ചുകൊണ്ട് പോയി. ആ പറിച്ചവരെയൊക്കെയും നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതിനൊക്കെ ശേഷം എൻ്റെ കയ്യിലുള്ള 10 മണിയുടെ കളേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലൊരു 3-4 കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം തോന്നിയത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളോട് ചോദിക്കുക പോലും ചെയ്യാതെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയത് അവരുടെ വീട്ടിൽ നിൽക്കുന്ന കണ്ടിട്ട് നമ്മളൊരു കമ്പ് ചോദിച്ചപ്പോൾ തരില്ല എന്നൊറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമമായിപ്പോയി. കാര്യം നമ്മൾ വാങ്ങിച്ച് വെച്ചതിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് അത് വേണമെന്ന് തോന്നി നമ്മൾ ചോദിച്ചപ്പം തരത്തില്ല എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനസ്സ് എത്രത്തോളം കഠിനമായിരിക്കും. ഇതിപ്പം ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്നറിയാം, എങ്കിലും പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയല്ല. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ കയ്യിലും ഇതുപോലെ നിങ്ങൾ ആശിച്ച് മോഹിച്ച് സ്നേഹിച്ചൊക്കെ വളർത്തുന്ന എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടുന്ന സമയങ്ങളിൽ അത് സൂക്ഷിക്കുക തന്നെ വേണം. കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. അപ്പോൾ പോയതിനെ പറ്റി വിഷമിക്കാതെ ഇനി കയ്യിലുള്ളവരെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.